നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ട് കോണ്ടെക്സ്റ്റിൽ, അതായത് കോണ്ടെക്സ്റ്റ് API നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് ടൈപ്പിംഗ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഈ റിയാക്ട് കോണ്ടെക്സ്റ്റ്, അതായത് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും പ്രൊവൈഡറും കൺസ്യൂമർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഹുക്ക് ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ അതിലെങ്ങനെയാണ് ടൈപ്പ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പ്രോബ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഇഷ്യൂവിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അതായത് ഇപ്പോ നമ്മുടെ പ്രൊജക്റ്റിലെ കോമൺ ആയിട്ടുള്ള തീംസിനെ, യൂസർ ഇൻഫർമേഷൻസിനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് സെറ്റിംഗ്സിനെ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന സെറ്റിംഗ്സിനൊക്കെ നമ്മൾ എല്ലാ ഹയർ ലെവൽ ആയിട്ടുള്ള കോമ്പോണന്റിൽ നിന്ന് എല്ലാ ലെവലിലേക്കും ഇങ്ങനെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഡ്രിൽ ചെയ്ത് പോകുന്നതിന് പകരം എന്ത് ചെയ്യും, ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ ഈ കോണ്ടെക്സ്റ്റ് ആവശ്യമുള്ളത് അവിടെ കൺസ്യൂം ചെയ്തിട്ട് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പോകുന്നതും ഈ ഒരു തീമിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഒരു കോമൺ തീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡർ അതിനെ ഈ തീമിനെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ കോമ്പോണന്റിൽ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ട് ഈ തീമിനെ നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഞാൻ ഫസ്റ്റ് കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു box.txs എന്ന് പറഞ്ഞിട്ട്, ഇതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന തീം കൺസ്യൂം ചെയ്യുന്ന കോമ്പോണന്റ്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു കോണ്ടെക്സ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തീം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീം ഫോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തീം ഫോൾഡറിന്റെ അണ്ടറിൽ തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ഡോട്ട് txs ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തീമിന്റെ അണ്ടറിൽ ആപ്പ് തീം ഡോട്ട് ts ഫയലും ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ഫയൽസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്ന തീംസ് ഇല്ലേ, അതായത് കോമൺ ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ, പ്രൈമറി സെക്കൻഡറി ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, അതുപോലെ തന്നെ ഫോൺ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പ്രൊവൈഡറിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൺസ്യൂമേഴ്സിനും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഒന്ന് ക്ലോസ് ചെയ്യുവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രൊവൈഡറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് നമുക്കറിയാലോ, നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് റിയാക്റ്റില്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ റിയാക്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പം എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തീം ഇല്ലേ, ആപ്പ് തീം, അതിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാലോ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ കോണ്ടെക്സ്റ്റിന്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്യണം അല്ലേ. അത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ കോമ്പോണൻസ് ആണോ ഇത് കൺസ്യൂം ചെയ്യുന്നത് ആ കോമ്പോണൻസ് ഇവിടെ പാസ് ചെയ്ത് ആ കോമ്പോണൻസ് നമ്മൾ ചിൽഡ്രൻ ആയിട്ട് ഇവിടെ വരും. എന്നിട്ട് അതിലാണ് ഈ പർട്ടിക്കുലർ തീം സെറ്റ് ചെയ്യുന്നത്. സോ ഈ ചിൽഡ്രൻ പ്രോപ്പിന്റെ ടൈപ്പ് ആണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യേണ്ടത്. ടൈപ്പ് തീം പ്രൊവൈഡർ പ്രോപ്സ് ഈക്വൽ ടു ചിൽഡ്രൻ വരും. ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ റിയാക്റ്റിന്റെ റിയാക്ട് നോഡായിരിക്കും. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ബേസിക് പ്രിമിറ്റീവ് ടൈപ്പ് തൊട്ട് കോമ്പോണൻസ് വരെ ഏതാണെങ്കിലും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് തീം കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി തീം എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഡിഫാൾട്ട് വാല്യൂവായിട്ട് ഈ തീം പാസ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പ്രൊവൈഡർ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് കോൺസ്റ്റ് തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ഫംഗ്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോമ്പോണൻസ് വരും. അപ്പൊ അതിന്റെ ടൈപ്പ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. തീം പ്രൊവൈഡർ പ്രോപ്സ് ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിന്റെ സിന്റാക്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചിൽഡ്രൻ കോമ്പോണൻസിലേക്ക് ഈ ഒരു തീം വാല്യൂവിനെ
പാസ് ചെയ്യണം. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ചിൽഡ്രൻ കോമ്പോണന്റിന് ഈ ഒരു പർട്ടിക്കുലർ തീം വാല്യൂനെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കറിയാം റിയാക്ടിന്റെ ഈ ഒരു ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് രണ്ട് കോമ്പോണന്റ്സിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്, പ്രൊവൈഡറും കൺസ്യൂമറും. സോ നമുക്ക് പ്രൊവൈഡറിനെ എടുത്തിട്ട്, അതായത് ഈ തീം കോണ്ടെക്സ്റ്റ് തൊട്ട് പ്രൊവൈഡറിനെ ആക്സസ് ചെയ്യാം. അതിന്റെ വാല്യൂ ആയിട്ട് ആപ്പ് തീമിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചിൽഡ്രൻ കോമ്പോണന്റിലേക്ക്. സോ നമ്മൾ ആപ്പ് തീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കൺസ്യൂമർ കോമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനൊരു കോഡ് സ്നിപ്പറ്റ് RFC യൂസ് ചെയ്തിട്ട് ബോക്സ് കോമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്കറിയാലോ റിയാക്ടിന്റെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് വേണം. യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റിലെ തീം കോണ്ടെക്സ്റ്റ് അതിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് തീമിനെ ആക്സസ് ചെയ്യണം. കോൺസ്റ്റ് തീം ഈക്വൽ ടു യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കില് ഈ തീം കോണ്ടെക്സ്റ്റിനെ പാസ് ചെയ്യാം. ഇനി നമുക്ക് JSSന്റെ പോർഷനിൽ വന്നിട്ട് ഈ തീം ഒന്ന് അപ്ലൈ ചെയ്യാം. അതായത് CSS പോർഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളറിൽ തീം ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോൺ ഫാമിലിയും അഗെയിൻ തീമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോൺ ഫാമിലി. മാനുവൽ ആയിട്ട് പാഡിങ് ഒരു 20 പിക്സൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ഈ തീമിന്ന് നമ്മൾ ആ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ പ്രീവിയസ് ആപ്പ് ഡോട്ട് തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനെ ഫോൺ ഫാമിലിനെയും ആക്സസ് ചെയ്തു. ഇനി ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അഗെയിൻ അതിന്റെ സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. കളറായിട്ട് തീമിന്ന് പ്രൈമറി കളറിനെ ആക്സസ് ചെയ്യാം. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ദിസ് ഈസ് ബോക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒരു പാരഗ്രാഫ് ടാഗും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അഗെയിൻ അതിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ഇതിന്റെ കളറായിട്ട് നമ്മൾ തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെക്കൻഡറി കളർ കൊടുക്കുക. എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. ടെക്സ്റ്റ് കൊടുക്കും. ഓക്കെ, ഫൈനലി നമ്മൾ app.txs ഫയലിൽ വരിക. ഓൾറെഡി ഉള്ള പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത ഒരു ഫെച്ച് കോമ്പോണന്റിനെ റിമൂവ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിനെ ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബോക്സ് കോമ്പോണന്റിനെയും ഇമ്പോർട്ട് ചെയ്യാം. തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിന്റെ നമ്മൾ ചിൽഡ്രൻ ആയിട്ട് പാസ് ചെയ്തിട്ടില്ലേ, റാപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇന്റർഫേസിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഹെഡ് ടാഗ് ആ കളറും ആ സ്റ്റൈൽ അപ്ലൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗിനും, അതായത് ഈ ആ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈമറി കളർ സെക്കൻഡറി കളറൊക്കെ അപ്ലൈ ആയിട്ടുണ്ട്. സോ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിന് ടൈപ്പിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.